മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടിരുന്ന ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സെക്രട്ടറിയായി നിയമിക്കാനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പുള്ളിയായിരുന്നു ഊർജ്ജസ്വലമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതുമൊക്കെ. ഇതിനെ അങ്ങനെ ഈ ഒരു നിയമനത്തെ നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? അതിനെ ഒരു നിസ്സാരമായിട്ടോ നിഷ്പക്ഷമായിട്ടോ കാണാൻ പറ്റില്ല. കാര്യം അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലേ? കാര്യം ഈ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സർക്കുലർ ഇറക്കിയപ്പോൾ അതിൽ BJPയുടെ കൊടിയടയാളം അല്ലെങ്കിൽ BJPയുടെ ചിഹ്നം, താമര ചിഹ്നം പതിപ്പിച്ചിറക്കിയതാണ്. അപ്പോൾ അത് ക്ലറിക്കൽ എറർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കേണ്ട ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സർക്കുലറിൽ BJPയുടെ ചിഹ്നം, പാർട്ടി ചിഹ്നം എങ്ങനെയാണ് വരിക? അത് എത്ര ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, രത്തൻ യു ഖേൽക്കർ IAS എന്ന് പറയുന്ന ആ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് അല്ല, സംഘപരിവാറാണ് എന്നുള്ള കാര്യം നമുക്കറിയാം, വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര നമുക്കിപ്പം VD സതീശന്റെ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകേണ്ടി വരും. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുവേന്ദു അധികാരി എന്ന് പറയുന്ന മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് ഇപ്പം BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നത് സുവേന്ദു അധികാരി. ഈ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായതിനു ശേഷം പെട്ടെന്ന് നടത്തിയ ഒരു തീരുമാനമായിരുന്നു ചീഫ് സെക്രട്ടറിയായി മനോജ് അഗർവാളിനെ നിയമിക്കുക എന്നുള്ളത്. ആരാണ് മനോജ് അഗർവാൾ? വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയാണ് സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ BJPയുടെ മുഖ്യമന്ത്രി ചെയ്തത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സമയത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക്, ഇതൊരു ചോർ ബസാറാണ് എന്നാണ് പറഞ്ഞത്. കള്ളന്മാരുടെ ഒരു സാധനം. ചോർ ബസാർ എന്ന് പറയാൻ മനസ്സിലാവല്ലോ, മാർക്കറ്റ്. അവിടെ ഒരു വലിയ കള്ളം കാണിച്ചതിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് അത് എന്ന് പറഞ്ഞു. അതായത് ആര് പറഞ്ഞു? ഈ പറയുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെയാണ്. അതായത് സുവേന്ദു അധികാരി ഈ മനോജ് കുമാർ അഗർവാളിനെ ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് അതാണ്. അതായത് അവിടെ കാണിച്ച ഏറ്റവും വലിയ കള്ളത്തിന് ഏറ്റവും വലിയ പ്രതിഫലം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സുവേന്ദു അധികാരി ഇയാളെ അതാക്കിയപ്പോൾ മുഖ്യ ഇലക്ഷൻ ഓഫീസർ ആയിരുന്നു. ഇവിടെ കേരളത്തിലോ അപ്പോൾ എന്ത് പറയേണ്ടി വരും? കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരു മന്ത്രിസഭ കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഒരാളെ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ എവിടെയെങ്കിലും ചില ശങ്കകൾ നമുക്ക് തോന്നേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടുണ്ടാകും. ആ ഒരു തോന്നൽ നമുക്കുണ്ടാവും. തന്നെയുമല്ല, ഈ പറയുന്ന ആള് വളരെ കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും, ഇദ്ദേഹത്തിന് ഒരു സംഘപരിവാർ ആനുകൂല ഭാവം ഘടകം ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഒരു സർക്കുലറിൽ ഒരിക്കലും BJPയുടെ ചിഹ്നം വരില്ല, താമര അടയാളം വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ നിഷ്കളങ്കമായ ഒന്നായി കാണാൻ കഴിയുമോ? രത്തൻ ഖേൽക്കർ ഇവിടെ സെക്രട്ടറി ആകുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല. ഇനിയും കുറച്ചുകൂടെ കടന്നു ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ മീഡിയ മാനേജറായിട്ട് ഒരാൾ കയറുന്നത്, മീഡിയ സെക്രട്ടറി, പ്രസ് സെക്രട്ടറി ആയിട്ട് ഒരാൾ കയറിയിട്ടുണ്ട്. റോയ് മാത്യു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, മുതിർന്ന ജേർണലിസ്റ്റാണ് ഇപ്പം അവിടെ കയറിയിരിക്കുന്നത്, അതായത് പ്രസ് സെക്രട്ടറി ആയിട്ട് കയറിയിരിക്കുന്നത്. ആ നിയമനത്തിലും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. കൺഫ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോയ് മാത്യു എന്ന് പറയുന്ന അദ്ദേഹം കുറച്ചു കാലം ഈ ഷാജൻ സ്കറിയുടെ മറുനാടൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. മുതിർന്ന മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന മുതിർന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. മുതിർന്ന നേതാവല്ല, മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ പറയുന്ന ഒരു മറുനാടൻ ഷാജന്റെ ചാനലിൽ ജോലി ചെയ്ത ഒരു റോയ് മാത്യു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായി അറിയാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഏതൊരായിരിക്കും, ഏതൊരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ശരിയായി വരുന്നില്ലേ? MR അജിത്കുമാറിനെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. MR അജിത്കുമാറാണ് പലയിടത്തും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള പാലം എന്നൊക്കെ പറയുന്നത്. MR അജിത്കുമാറിനെതിരെ നടപടി വന്നിട്ടുണ്ട്. ചെയ്യാമല്ലോ, നടപടി എടുക്കാമല്ലോ, നടപടി ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, അതുകൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നാലേ ഇതിനകത്തുള്ള ഒരു ഉള്ളുകളികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഈ പറയുന്ന കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും
85 സീറ്റ് വരെ പരമാവധി UDF കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന പരമാവധി സീറ്റ് 85 ആണ്, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സമയം. ആ സമയത്ത് കൂടി അപ്പോഴും 100-ലധികം സീറ്റുകൾ എന്ന് വളരെ കോൺഫിഡൻസോട് കൂടി പറഞ്ഞ ഒരൊറ്റ നേതാവേ കേരളത്തിലുള്ളൂ. ആ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന കേരളത്തിലുള്ള കെ മുരളീധരൻ പറഞ്ഞില്ല. കെ മുരളീധരൻ 85 സീറ്റ് വരെയൊക്കെയാണ്, 85 അത്. പിന്നെ കേരളത്തിൽ ഒരു തരത്തിലുള്ള ഒരു എക്സിറ്റ് പോളും ഈ പറയുന്ന 100-ലധികം സീറ്റ് എന്ന് പറയുന്ന ഒരു ഫലം UDF പ്രവചിച്ചിട്ടേയില്ല. കെ സുധാകരനാണെങ്കിലും പിന്നെ ഈ പറയുന്ന അടൂർ പ്രകാശ് ആണെങ്കിലും ഏതൊരു നേതാവ് എടുത്തു കഴിഞ്ഞാലും അവരാരും 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഏറ്റവും ഒടുവിൽ പോലും കാലിടറി നിൽക്കുന്നു എന്നൊരു തോന്നൽ UDF ഉണ്ടായി നിന്ന സാഹചര്യത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടി സാഹു പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ പോലും ഞങ്ങൾക്ക് 100-ലധികം സീറ്റുകൾ കിട്ടുമെന്ന് പറയുകയും 5ഓളം വരുന്ന ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് UDF ഇത്തവണ ഉണ്ടാകുമെന്ന് അവകാശപ്പെടുകയും ചെയ്ത ഒരൊറ്റ നേതാവേ ഉള്ളൂ. ആ നേതാവിന്റെ പേര് VD സതീശൻ, ആ മേനൻകുട്ടിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത്ര വളരെ ഷാർപ്പായി ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് 100-ൽ താഴെ അല്ലെങ്കിൽ 85 സീറ്റേ കിട്ടും, 80 സീറ്റ് അല്ലെ 90 സീറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറയാത്ത ഒരു നേതാവാണ് VD സതീശൻ. എന്താണ് എക്സിറ്റ് പോൾ വന്നപ്പോഴും പറഞ്ഞില്ല, അപ്പോഴും 100-ൽ തന്നെ 100-ലധികം 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ്. ഇതായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ഉയർത്തിയിരുന്ന വാദം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഈ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് രാംകുമാറോ അങ്ങനെ എന്തോ ആണ് ഒരു സ്വർണ്ണ കൊള്ളക്കേസ്, അതായത് ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസ്, സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, അയാളുടെ കൂടെ ഇവിടെ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് മംഗലാപുരത്തേക്ക് പോയി. അദ്ദേഹം പറഞ്ഞ മൂകാംബികയിൽ സന്ദർശനത്തിന് പോയതാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല എന്നും JDS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ MLC ആയിരിക്കുന്ന ഒരു നേതാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്നുള്ള വിശദ വിവരം പുറത്തേക്ക് വരുന്നു. ഇപ്പം കോൺഗ്രസ്സുകാരുടെ ഓഫീസിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് അവിടുത്തെ ഒരു DK ശിവകുമാറിന്റെ സിദ്ധരാമയ്യയുടെ ആരുടെയെങ്കിലും വീട്ടിനകത്ത് നമ്മുടെ ദ്രൗപദി മുർമുവിന്റെയും നരേന്ദ്രമോദിയുടെയും ചിത്രം വെക്കില്ലല്ലോ, വെക്കാൻ സാധ്യതയില്ല. അപ്പൊ JDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDAയുടെ ഘടകകക്ഷിയാണ്. അപ്പൊ NDA മുന്നണിയിൽപ്പെട്ട JDS നേതാവായ ഈ പറയുന്ന ഒരാളുടെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുന്നു, ചായ കുടിക്കുന്നു, അവരുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, എല്ലാം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുന്നു VD സതീശൻ. എന്നാൽ ഏതെങ്കിലും, എനിക്ക് മാധ്യമങ്ങളോടുള്ള ഒരു ചെറിയ പ്രശ്നം അതാണ്, എന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമം, ഏതെങ്കിലും ഒരെണ്ണം, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിനെ എടുത്തിട്ട് ശക്തമായ ഭാഷയിൽ ഇത് എന്തിനു വേണ്ടി, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ടോ? സതീശനോട് ചോദിച്ചിട്ടില്ല. ഇതാണ് മാധ്യമങ്ങളുടെ ഡബിൾ അജണ്ട എന്ന് പറയുന്ന കാര്യം. ഇതാണ്. ഇപ്പം വിജയരാഘവൻ ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് SDPIക്കാരനെ വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു, അവർ പാട്ട് പാടിയിട്ട് തിരിച്ചു പോരുന്നു. ഇത് 2 ദിവസമായിട്ട് ചർച്ചയിലാണ്. വിജയരാഘവനോട് SDPIക്കാരനായിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോയി സംസാരിച്ചു. അയാളും പറഞ്ഞെന്താ, വിജയരാഘവൻ എന്ന് പറഞ്ഞ CPIയുടെ നേതാവ് കോഴിക്കോടുള്ള സമയത്ത് ഇയാളെ വിളിച്ചു, ഇയാളുടെ അടുത്ത ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ ഇവിടെ ഉണ്ട്, എങ്കിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ കൂടി. അവിടെ അതിനെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി, രാഷ്ട്രീയമായ കൂടിക്കാഴ്ചയാക്കി, ഇതെല്ലാം ആക്കിയിട്ട് വലിയ വിവാദത്തിലേക്ക് പോകുമ്പോഴും എന്തുകൊണ്ടാണ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി JDS നേതാവിനെ കണ്ടിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ച് വലിയ കാര്യമായി ചർച്ച വരാത്തത്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ VD സതീശനോട് പോലും ചോദിക്കാത്തത്? അപ്പൊ എന്തിനു വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ പറ്റും എന്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് VD സതീശന്റെ ആദ്യം നമുക്ക് തുടക്കം പോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രക്തം ഖേൽക്കറിനെ പെട്ടെന്ന് തന്നെ സെക്രട്ടറി ആക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ 101 സീറ്റ് അല്ലെങ്കിൽ 100-ലധികം സീറ്റുകളും 5 ജില്ലകളിലെ ക്ലീൻ സ്വീപ്പും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പോയി മംഗലാപുരത്ത് പോയി JDS നേതാവിനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച. ഇനിയും വേറൊന്നു കൂടി വരുന്നുണ്ട്. ഇദ്ദേഹം എന്തിനാണ് എന്താ പറയാ, കിഷോർ ആൽവ എന്ന് പറയുന്ന ഒരു അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയല്ലോ. അദാനി ഗ്രൂപ്പിനോട് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്, ശത്രുത കൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ ദേശീയ നേതൃത്വം കോൺഗ്രസിന്റെ. അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് അദാനിയുമായി യാതൊരു തരത്തിലുള്ള നീക്കുപോക്കിനും നിൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ അദാനിയോട് ഒരു നിലപാടും
സംസ്ഥാനത്ത് ഈ പറയുന്ന കിഷോർ ആൽവ എന്ന് പറയുന്ന അതിന്റെ പ്രസിഡന്റുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച? കേരളത്തിൽ പിന്നെ അദാനിയുടെ ആകെ ഉള്ള പോർട്ട് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരുകൾ അതുമായി ഡീലായി അതിന്റെ പിന്നെ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് എന്തിനാണ് പിന്നെ ഇദ്ദേഹം ഈ കിഷോർ ആൽവിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? അപ്പൊ അവിടെയും നമുക്ക് ഈ പറയുന്ന ദുരൂഹത സംശയിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ. ഏകദേശം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഉയർത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഉയർത്തിക്കൊണ്ടിരുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ചും ഇപ്പൊ നടന്നിരുന്ന ചില തീരുമാനങ്ങളെക്കുറിച്ചും നിയമനങ്ങളെക്കുറിച്ചും നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ചും നമ്മൾ ആകെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്ന പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിനിപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഇരുന്ന് ആലോചിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ തോന്നുന്നതെന്നും അറിയത്തില്ല.